ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലോകം തന്നെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് കെ ശൈലജ ടീച്ചറായി. സത്യം പറഞ്ഞ ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്, ഒരു സംശയവും വേണ്ട ഈ ഷാഫി പറമ്പിൽ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കണം. അത്രക്കായല്ലേ? കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്, ഒരു സംശയവും വേണ്ട ഈ ഷാഫി പറമ്പിൽ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? പോയിസണാണ്, ഒരു സംശയവും വേണ്ട ഈ ഷാഫി പറമ്പിൽ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പറയുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസന്റെ പേരാണ് ഷാഫി പറമ്പിൽ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. വടകരയിൽ ഇതേ രീതിയായിരുന്നു. ആണോ? ഭയങ്കര. ആ പൊളിറ്റിക്കൽ പോയിസൺ, രാഷ്ട്രീയ വിഷം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? കൊടും വിഷം. എന്താണ് ഇവിടെ ചുറ്റിയത്? വർഗീയത. നീ എന്തൊട്ട് കീടോടാ? എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. ഇലക്ഷൻ വരുമ്പോൾ ഷാഫി എന്തിനായിരുന്നു ഈ വ്യാജ പ്രതീതി സൃഷ്ടിച്ചത്? നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്? ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടില് വെറുപ്പിച്ചാ പോരെ. വ്യാജ പ്രചാരണം സൃഷ്ടിച്ചത് ആരുടെയൊക്കെ പേരിലാണ്? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ കുഞ്ഞെ അണലി സാബുവേ, പാപ്പം കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. വടകരയിലെ ഈ മഹത്തായ ജനാവലിയെ സാക്ഷി നിർത്തി ആവർത്തിച്ചുടി വയ്യപ്പോയ മുന്നറിയിപ്പ് കേരളത്തിൽ നൽകുന്നു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ.